നിലവിളിയുടെ മധ്യത്തിൽ ബാലിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മുഴുവനും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ദൈവശക്തി നിന്റെ മേലിറങ്ങുന്ന നിമിഷമാണ് ഈ നിമിഷം. എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്ത് ദൈവം തീ ഇറങ്ങുകയാണ്. അതിനൊരു വെളിപ്പാട് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ അവിടെ ഏലിയാവും ബാലിൻ്റെ അശേര പ്രവാചകന്മാരും 450 പ്രവാചകന്മാരും 400 പ്രവാചകന്മാരും യാഗം കഴിക്കുന്ന ഒരു സംഭവത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഏത് ദൈവത്തിനാണ് ശക്തിയുള്ളത്? ബാലിൻ്റെ പ്രവാചകന്മാർക്കാണോ, അല്ലെങ്കിൽ ബാലിനാണോ ശക്തി, യഹോവയ്ക്കാണോ ശക്തി? അപ്പോൾ ദൈവശക്തി വെളിപ്പെടുന്ന മേഖലയാണ് ഈ നിമിഷം പരിശുദ്ധാത്മാവിലൂടെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുവാൻ റെഡിയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഈ ശബ്ദം ചലിക്കും. കാദേശ് മരുഭൂമിയെ നടുക്കിയ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കിയ, വനത്തിലെ തോലൊലിപ്പിച്ച ദൈവശക്തി, അതേ ഇത് നിമിഷം ചലിക്കുന്ന നിമിഷമാണ്. അത് നിന്നിൽ ചലിക്കുന്ന നിമിഷമാണ്. ശൂന്യതയെ നോക്കിക്കൊണ്ട് let there be light, there was light, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായെങ്കിൽ ഈ നിമിഷം ചിലത് ക്രിയേറ്റഡ് ആകുന്ന നിമിഷമാണ്, ചിലത് സൃഷ്ടിക്കപ്പെടുന്ന നിമിഷമാണ്. ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ 2 പേർ ആരാധന നടത്തുന്നു. ഒന്ന് ബാലിന്റെ പ്രവാചകന്മാരും മർസയുടെ ഏലിയ പ്രവാചകനും. ബാലിന്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ വിളിക്കുകയാണ്, ബാലേ ബാലേ ഉത്തരമരുളുക, ബാലേ ബാലേ ഉത്തരമരുളുക. രാവിലെ മുതൽ ഉച്ചവരെ ആയിട്ടും ബാലിന്റെ പ്രവാചകന്മാരുടെ നിലവിളിയുടെ മധ്യത്തിൽ ബാലിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ആ അന്തരീക്ഷം മുഴുവനും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. യേശുക്രിസ്തു ഗെത്സമനിയിൽ ഞാൻ പിതാവിനോട് ചോദിക്കുക, എനിക്ക് 12-ലധികം ലഗ്യോൻ ദൂതന്മാരെ എനിക്ക് കാവലായി ഇറങ്ങുമെന്ന്. ഒരു ലഗ്യോന്, ഒരു ദൂതൻ എന്ന് പറഞ്ഞാൽ 6000 × 12 72,000 ദൂതന്മാരുടെ സൈന്യം ഗെത്സമനിക്കകത്ത് ഇറങ്ങിയെങ്കിൽ ഒരു ദൂതൻ അശൂർ പാളയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ 1,85,000 പേരെ തട്ടിയെങ്കിൽ 72,000 ദൂതന്മാർ അതിന് ചുറ്റും ഗെത്സമനിക്കകത്ത് ചുറ്റും ഇറങ്ങിയത് സംരക്ഷണത്തിനു വേണ്ടിയിട്ടാണ്. ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ബാലിന്റെ പ്രവാചകന്മാർ നിലവിളിച്ചിട്ടും അവരുടെ ശരീരത്തെ അവർ മുറിവേൽപ്പിച്ചിട്ടും ഉത്തരമരുളാൻ ബാലിന് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 450 പ്രവാചകന്മാരും 400 പ്രവാചകന്മാരും നിലവിളിച്ചിട്ടും ഉത്തരമരുളാതിരുന്നപ്പോൾ ഏലിയാവിൻ്റെ സൈഡിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഞാനൊരു ആത്മീയ ദൂത് വിളിച്ചു പറയട്ടെ, നിന്റെ കൂടെ ആരുമില്ലേലും സാരമില്ല, നിന്നെ ഒന്ന് സഹായിപ്പാൻ ആരുമില്ലേലും സാരമില്ല. നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേലൊരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു വാഗ്ദത്വമുണ്ടെങ്കിൽ, ആ വാഗ്ദത്വത്തെ മുറുകെ പിടിച്ച് ഒന്നാമത് ചെയ്യേണ്ടത്, ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു. ഏലിയാവ് യാഗപീഠം പണിതതിന് ശേഷം യാഗം കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയെങ്കിൽ ഈ നിമിഷം എന്നെ കേൾക്കുന്ന വാത്സല്യമിത്രമേ, നീ ശരിയായ രീതിയിലൊന്ന് പണിയപ്പെട്ടാൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ, ദൈവവചനത്തിലൊന്ന് ജീവിപ്പാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിനക്ക് സഹായം ഉയരത്തിൽ നിന്ന് വരികയാണ്. ഈ നിമിഷം അത് ഏലിയാവിന് വേണ്ടി ഇറങ്ങിയ തീ, ഏലിയാവിന് വേണ്ടി ഇറങ്ങിയ തീ, കർമ്മേലിൽ ഇറങ്ങിയ തീ നീ ആരാണെന്ന് കാണിക്കാൻ പോകുന്ന ദിവസമാണ്. നീ ആരാണെന്ന് വെളിപ്പെടാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് മുതൽ ഇടിഞ്ഞു കിടന്നതിനെ നേരെയാക്കി ക്രമത്തിലാക്കി, ക്രമം തെറ്റിയതിനെ ക്രമത്തിലാക്കി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. എൻ്റെ വചനം ശ്രവിക്കുന്ന വാത്സല്യമിത്രമേ, ഈ സന്ദേശം നിന്റെ ജീവിതത്തിനകത്ത് രൂപാന്തരത്തെ കൊണ്ടുവരികയാണ്. ഈ സന്ദേശം നിന്റെ ജീവിതത്തിനകത്ത് ആത്മമണ്ഡലങ്ങൾ ഇവിടെ തുറക്കപ്പെടുകയാണ്. നീ ഏത് മേഖലയ്ക്കകത്ത് എവിടെ ഇരുന്നാണ് നീ ഇത് കേൾക്കുന്നത്?
ഈ ശബ്ദം അന്തരീക്ഷത്തെ ചലിപ്പിക്കുകയാണ്. പുതിയൊരു സീസൺ നിനക്കായി തുറക്കപ്പെടുകയാണ്. പുതിയൊരു വാതിൽ നിനക്കായി തുറക്കപ്പെടുകയാണ്. അടഞ്ഞ വാതിലുകൾ ഈ നിമിഷം നിന്റെ മുമ്പിൽ, അത് സാമ്പത്തികമാണോ, അത് രോഗത്തിൻ്റെ മേഖലയാണോ, അത് ഭാരത്തോടെയാണോ, ഏതു മേഖലയിലായിരുന്നാലും ഏലിയാവിന് വേണ്ടി ഇറങ്ങിയ ഒരു ദൈവതീ ഈ നിമിഷം ഇറങ്ങുകയാ. നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ എന്നോടുകൂടെ പറയാൻ പറ്റുമോ? യേശുവേ, എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ഹിതത്തിനനുസരിച്ച് പണിയുവാൻ, ഒന്ന് പണിയപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ജീവിതം, രഹസ്യവും പരസ്യമായ എൻ്റെ ജീവിതം അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിയപ്പെടുവാൻ എന്നെ ക്രമത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ മേൽ അവിടുത്തെ തീ ഇറങ്ങണമേ. മുൾപടപ്പിൽ ഇറങ്ങിയെത്തി മോശയ്ക്ക് ആശ്ചര്യമായി തോന്നുമാറ് മോശയെ ആകർഷിച്ചെടുത്തതുപോലെ, ദൈവരാജ്യത്തിനു വേണ്ടി ഒരുക്കിയെടുത്തതുപോലെ ഒരു കൂട്ടത്തെ പുറത്തെടുക്കുവാൻ മോശയെ ആകർഷിച്ചെടുത്ത ദൈവത്തീ നിന്റെ മേൽ, നിന്നിൽ ഇറങ്ങുന്ന ദൈവത്തീ ഒരു കൂട്ടത്തെ നേടുവാൻ നിന്നെ സഹായിക്കുന്ന തീയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശേഖേന ഈ നിമിഷം നിന്നെ സന്ദർശിക്കുകയാണ്. അവിടെ നിന്നെ സഹായിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം വെളിപ്പെടുകയാണ്. ആമേൻ.